നിങ്ങൾ എന്താ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നത്? ചീട്ടിറക്കണം, നിങ്ങൾ ഇറക്കണം. ഞങ്ങൾക്ക് ഒരു സംശയം തീർക്കാനുണ്ടായിരുന്നു. എന്താണത്? ആ മാലയുടെ കാര്യമാണ്. മാല കാണാനും അണിയാനും കൊള്ളാം, പക്ഷേ ഞാൻ അണിയാൻ തന്നെ തീരുമാനിച്ചു. അത്രയ്ക്ക് അങ്ങ് അടുക്കണോ സാർ? അടുക്കാനാവാത്ത വിധം അത്രയേറെ അകലമുണ്ട്. നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു അണക്കെട്ട് പണിയാനാണെന്നുള്ള കാര്യം സാറ് മറക്കരുത്. ആ അണക്കെട്ട് കാട്ടുമനുഷ്യരെയും നാട്ടുമനുഷ്യരെയും ബന്ധിപ്പിക്കുന്ന ഒരു അണക്കെട്ടായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. സാർ, ഇതേപ്പറ്റി ഞാൻ ഇനി ഒരിക്കലും ഒന്നും സാറിനോട് ചോദിക്കില്ല. യു ആർ എ ഗ്രേറ്റ് മാൻ. എന്താ കയ്യിലെന്തോന്ന്? അത് പിന്നെ നോക്കട്ടെ. ഫസ്റ്റ് ക്ലാസ്. എന്താ ഇത്? അരിക്കിഴങ്ങ് പൊടിയും കാട്ടുതേനും ചേർത്ത് ഉണ്ടാക്കിയതാ. ഇത്രയും നല്ല രുചിയുള്ള പലഹാരം എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. ആരാ ഇതുണ്ടാക്കിയത്? ഞാനാ. അതാണ് ഇത്രയേറെ മധുരം. അതിരിക്കട്ടെ, മാലയ്ക്ക് ഇവിടെ ഇങ്ങനെ രാത്രി ഒറ്റയ്ക്ക് ഓടി വരാൻ പേടിയില്ല? പേടിയില്ലേ? എനിക്കോ? എനിക്കൊരു പേടിയുമില്ല. പ്രത്യേകിച്ച് മാലയുടെ കാണാനുള്ള കൊതി കൊണ്ട് ഞാൻ ഓടി വന്നതാ. ഓഹോ, ഇത് വെച്ചോളൂ. ഏതായാലും ഒറ്റയ്ക്ക് ഓടി വന്നതല്ലേ, ഞാൻ മാലയ്ക്കൊരു സമ്മാനം തരാൻ പോവുകയാണ്. ഞങ്ങളുടെ നാട്ടാചാരം അനുസരിച്ച് നമ്മുടെ വിവാഹം നടന്നു. ഇനി ഒരു ശക്തിക്കും നമ്മളെ പിരിക്കാൻ സാധ്യമല്ല. മാലേ, നീ എന്റേതാണ്. നേരെ ഒത്തിരിയായി, ഞാൻ പോട്ടെ. നാളെ ഞാൻ വരും. അതെന്താ? നാളെ വൈശാഖ പൗർണമിയാണ്. വെളുക്കുന്നവരെ പാട്ട് നൃത്തം ഒക്കെ ഉണ്ട്. മാലയോടൊന്നിച്ച് നൃത്തം ചെയ്യാൻ ഞാനും വരട്ടെ? അയ്യോ വേണ്ട, ആരെങ്കിലും കണ്ടാൽ കൊന്നുകളെ. ശരി, മാലയ്ക്ക് പേടിയാണെങ്കിൽ വേണ്ട. പക്ഷേ വൈശാഖ പൗർണമി രാത്രിയിൽ നൃത്തം കാണാൻ എനിക്ക് കൊതിയുണ്ട്. ഞാൻ പോട്ടെ. ഇനി നൃത്തം തുടങ്ങാവാ. തുടങ്ങിക്ക വന്നാട്ടെ മാലേ. മോളെ, എനിക്ക് വയ്യപ്പോ, തലവേദനയാ. വന്നാട്ടെ നമുക്ക് ഒരു നൃത്തം ചെയ്യാം.
നിങ്ങളാരൊന്നും ഉണ്ടാത്തത് അവരെങ്ങനെ വന്നു ഇവിടെ? അതാണ് എനിക്കറിയേണ്ടത്. എങ്ങനെ വന്നെന്ന് ഞങ്ങൾ എങ്ങനെ അറിയാനാ മൂപ്പ? എങ്കിൽ എന്തിനു വന്നെന്ന് പറയും. വല്ലാരെയും കാണാനോ മറ്റോ വന്നതായിരിക്കും. വേണ്ടാതിനും പറയുന്ന കാട്ടുജാതിയെ നാട്ടുജാതിക്ക് എന്തിനാ കാണുന്നത്? അവര് നമ്മുടെ വേഷത്തിൽ നമ്മളിടയ്ക്ക് വന്നിട്ട് നിങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞാ എങ്കിൽ ഇപ്പൊ തന്നെ അവിടെ ചെന്ന് അവരെയും കൊന്നവരുടെ പൊരക്ക് നീ വെച്ചിട്ട് ഞങ്ങൾ വരാൻ മൂപ്പ. കൈ കിട്ടിയിട്ട് ഒന്നിനെങ്കിലും കൊല്ലാൻ നിങ്ങൾക്ക് കഴിഞ്ഞാ ഇനി അവിടെ ചെന്ന് ചാകാൻ നടക്കുന്നു. അവിടെ കൈയിരിക്കുന്ന കുന്നരാണോണ്ടല്ല, അത് പൊട്ടനാണ്. അറിയാവാ? ഒരിക്കലും തുടങ്ങിയ മഞ്ഞുള്ളണ്ട്. മലദൈവങ്ങളെ രക്ഷിച്ചു. ആരും കൊല്ലാണ്ട് വിട്ടതിന് മൂപ്പൻ അവന്മാരെല്ലാം ചീത്ത പറഞ്ഞ് ഓടിച്ചു. മാരിയുടെ കണ്ണ് വീങ്ങിയിരിക്കുന്നു. നല്ല കണക്കിന് കിട്ടിയിരിക്കും. ഈ കാട്ടിലുള്ള മുഴുവൻ പേരും ചെന്നാലും അവരൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്റെ ഈ ചടലമുത്തു. വള്ളി, നീ നിന്റെ കുടിലിൽ പോ. എന്റെ മകളുടെ കൈകൊണ്ട് എന്റെ കരുത്ത് വിട്ട് എന്നെ കൊല്ലും. വല്ലവരും കാണുമെന്നും എന്നെ കൊല്ലുമ്പോളെ നീ എന്നെ കൊല്ലുന്നത് ആരെങ്കിലും കണ്ടാൽ അവര് നിന്നെ കൊല്ലും. എന്റെ പൊന്നു മോളെ, അപ്പനെ ഒന്ന് രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിലും അപ്പനൊന്ന് കരകയറിക്കൊട്ടു. എന്നോട് ഇങ്ങനെ പറയല്ലേ അപ്പ, പറയല്ലേ. ഞാൻ ചത്തുകളയും. എന്നെ കൊന്നിട്ട് നീ ചത്തോ മോളെ? അല്ലെങ്കിൽ കുരിപ്പാറ് നിന്നെ കുരി കൊടുക്കുന്ന ഞാൻ കാണേണ്ടി വരും മോളെ. മോളെ, നീ പറഞ്ഞിട്ടല്ലേ അവര് വന്നത്? മോളെ, നീ പറഞ്ഞിട്ടല്ലേ അവര് വന്നത്? കൊല്ല, എന്റെ അപ്പനെ വെട്ടിക്കൊല്ല. അല്ലെങ്കിൽ ഞാൻ അറിയാണ്ട് തന്നെ അവിടെ പോയി പോകും. അതുകൊണ്ട് എന്റെ അപ്പനെന്നെ വെട്ടിക്കൊല്ല. എന്റെ മലദൈവങ്ങളെ,